മച്ചാന്മാരെ പിരു ഗെയിമർ വൈറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ മച്ചാന്മാർക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മച്ചാന്മാരുടെ നമ്മളൊരു പുതിയ സുന്ദരിയുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മച്ചാന്മാരുടെ ഐസ്ക്രീം 1 ആണ്. സോ നമുക്കിത് കളിക്കാൻ പറഞ്ഞ് കുറച്ചധികം കമൻറ്റ്സ് വന്നു. സോ ഇന്ന് കളിച്ചേക്കാമെന്ന് വിചാരിച്ചു. കളിക്കാതിരുന്നത് ലോഡിങ്ങിൻ്റെ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു. സോ അണ്ണൻ പഴയൊരു ഒരു വർഷം പഴയത് അണ്ണൻ ഡൗൺലോഡ് ചെയ്തത്. സോ ഒന്നും കാര്യമാക്കണ്ട, അതിന് കുഴപ്പമൊന്നുമില്ല. സോ അപ്പോൾ ഞാൻ അണ്ണനെ ഇതിനകത്ത് ഗെയിമിനെ പറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാവുന്നതാണ്. പുള്ളിക്കാരൻ്റെ പേര് റോഡാണ്. അവിടെ കുറച്ച് സുണ്ണിയുണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിള്ളേരെ രക്ഷിക്കുന്നത് അതൊക്കെ അറിയാം. സോ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പം ലൈക്ക് ടാർഗറ്റ് 10 കംപ്ലീറ്റ് ചെയ്തേക്കുക. അപ്പം സബ്സ്ക്രൈബേഴ്സ് 500 റോഡ് ടു 500 ആണ് എത്തിച്ചു തന്നേക്കുക. സോ ലെറ്റ്സ് ഇടാന്നാണ് തോന്നുന്നത്. അതേ ബുക്കുണ്ട്, പെട്ടിയുണ്ട്, റേഡിയോ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് തുറക്കാനാണല്ലേ അവർ പറയുന്നത്. ഓക്കെ ഇതേണ്ട ഐസ്ക്രീമേ നമ്മുടെ ആദ്യം തന്നെ പുള്ളിക്കാരനാണ് നിൽപ്പുണ്ട്. ഒരു കോൺ ഐസ്ക്രീമൊക്കെ വിറ്റ് നടക്കുന്ന ഒരു പാവം സുണ്ണിച്ചെറുക്കൻ. ഒക്കെ ഒരു പൊണ്ണത്തടി ഒരു ജിലേബി പോലത്തെ ഒരു പയ്യൻ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ നിൽപ്പുണ്ട്. ഓക്കെ $10 ഡോളറാണ്. ഓക്കെ മച്ചാൻ നമ്മുടെ പൊണ്ണത്തന്നെ ഫ്രീസാക്കി നല്ല ഉണ്ടച്ചെറുതി. നമ്മളെ കണ്ടോടാ പുള്ളി. ഇപ്പോൾ പുള്ളി അകത്തോട്ട് ഇല്ല കയറി വരുള്ളാതെ പ്രതീക്ഷിക്കാം. ഓക്കെ നമ്മുടെ ചെറുക്കന് ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് വല്ല കയറുണ്ടോ എന്ന് തപ്പി നോക്കാൻ. ഓക്കെ കയറെനിക്ക് കിട്ടിയടാ. ഓക്കെ സോ എടുത്തങ്ങ് സ്റ്റാർട്ട് സോ മച്ചാന്മാർ നമ്മളങ്ങനെ നമ്മുടെ ഐസ്ക്രീം 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഞാൻ ഇവിടെ കയറി ഓക്കെ പുള്ളിക്കാരൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ തടിയൻ ചെറുക്കൻ തേട്ടറായിരിക്കണം ജിലേബി പോലത്തെ. ഓക്കെ പുള്ളിക്കാരൻ്റെ നെഞ്ചത്ത് റോഡിൽ നിന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ പുള്ളിക്കാരൻ്റെ ചന്തിപ്പുറത്ത് എന്തോ ഒരു പേപ്പർ ഇരിക്കുന്നു. ചന്തിയിൽ പേപ്പർ. ഓക്കെ പുള്ളിക്കാരൻ നടന്നുപോയി. ചന്തിയിലെ പേപ്പർ വീണ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ വല്ല പുറകിൽ വല്ല പിള്ളേർ തമാശയ്ക്ക് ഒട്ടിച്ചു വെച്ചാണെന്ന് അറിയത്തില്ല. ഓക്കെ നമുക്കതൊക്കെ എന്ത് വിഷയം എടുക്കണം മച്ചാന്മാരെ. നമ്മൾ പേപ്പർ അങ്ങ് എടുക്കുക. അയ്യോ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടാ. ഓക്കെ നമുക്ക് അധികം ദൂരത്തോട്ട് പോകാൻ പറ്റില്ലെന്നാണ് പറയണേ. ഓക്കെ അതാണ് ഐസ്ക്രീം മാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അവിടെ ഒരു ഓക്കെ നമുക്കൊന്നുകൂടി കറക്കാം. എടാ പുള്ളിക്കാരനെ കണ്ടില്ല മച്ചാന്മാരെ. പുള്ളിക്കാരൻ ഇതാണ് ഐസ്ക്രീം മാനാണിത്. ഐസ്ക്രീം മാൻ മിസ്സിങ് സെക്യൂരിറ്റി ഗാർഡ് ലാസ്റ്റ് ടൈം സീൻ അറ്റ് ദ നെയ്ബർഹുഡ് പ്ലേ ഗ്രൗണ്ട്. ഓക്കെ പുള്ളിക്കാരനെ കാണാനില്ല എന്ന് കേട്ടോ പറഞ്ഞത്. എടാ ഇപ്പം എന്നെ തൂക്കിയേനെ. എടാ ഈ വന്ന കാര്യം എന്നോട് പറഞ്ഞില്ല കേട്ടോ. അത് ഫൗൾ ഗെയിം പ്ലേ. എടാ പെട്ടെന്ന് വാതിലടച്ചേ. ഈ സുനാമണി ഇവിടെ വെക്കാ. ഓക്കെ എനിമി അടുത്തുണ്ടെന്ന്. ഓക്കെ എനിമിയുടെ സൗണ്ടില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പ്ലേ ഗ്രൗണ്ടിലോട്ട് വിട്ടോ. വണ്ടി എടുത്തോ സാറേ. ഓക്കെ നമ്മുടെ റോഡനൻ പ്ലേ ഗ്രൗണ്ടിലോട്ട് നമ്മുടെ സുണ്ണി വണ്ടി സൗണ്ടിയിലുണ്ട്. ഓക്കെ നെക്സ്റ്റ് സ്റ്റോപ്പ് പ്ലേ ഗ്രൗണ്ട്. ഓക്കെ അപ്പോൾ മച്ചാന്മാർ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ പ്ലേ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. റിമെമ്പർ ഇഫ് യു ആർ സ്റ്റക്ക് യു ക്യാൻ ആക്സസ് ഹിൻഡിൻ്റെ ഒക്കെ ആവശ്യം നമുക്ക് എന്തെടുക്കണം ഇത്. ഓക്കെ ഇതെന്ത് കറക്റ്റ് പ്ലേ ഗ്രൗണ്ട് കേട്ടോ. നൈസ്. ഓക്കെ ഇവിടെ ഒരു വലിയ വണ്ടി കിടപ്പുണ്ട്. ഓക്കെ അണ്ണൻ വണ്ടിയുടെ മേളിലോട്ട് കയറുവാണ്. ഓക്കെ ഡോറ് തുറക്കാം. ഓക്കെ ബട്ടണുണ്ട്. ദിസ് ബട്ടൺ നത്തിങ് വിത്ത് കറണ്ട് ലിവർ കറണ്ട് പൊസിഷനിലല്ല എന്നാണ് പറയണേ. അപ്പോൾ ഇത് താത്തിയിട്ട് ഞെക്കാം. എടാ ഇത് താത്തിയായി എനിക്ക് കയറാൻ പറ്റില്ല. ഓക്കെ അപ്പോൾ ഇതങ്ങ് ഡോർ അടച്ചേക്കാം. ഈ ലിവർ താത്താം നക്കാം. അതല്ല സോ ഇതുകൂടി അതുകൂടി തന്നിട്ടുണ്ട്. അതുമല്ല സോ ഇത് താത്താം, ഇത് പൊക്കാം. ഇതാണോ 2000 years later. ഇതുമല്ല. ഇങ്ങനെയല്ല. ഇത് 3 താത്തണം. എടാ മച്ചാന്മാരെ അത് 3 താത്തിയാണ്. ഞാൻ എന്ത് കാണിച്ചോണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. സോ മച്ചാന്മാരെ നമ്മുടെ ഡോറും കാര്യങ്ങളും തുറന്നിട്ടുണ്ട്. അണ്ണായിനെ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ പോകാനുള്ള വഴി ഓക്കെ ഈ തുള വഴി കയറി പോകണമെന്ന് തോന്നുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ സുണ്ണി പ്ലേ ഗ്രൗണ്ടിൻ്റെ ഏതോ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഏതാണ്ട് കുതാബിയിലോട്ട്. ഇവിടെ വേറൊരു കുഴൽ. ഓക്കെ നമ്മൾക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യമാക്കണ്ട. സോ ഞാനിവിടെ നിന്ന് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വെള്ളമൊക്കെ കിട്ടുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ ഇവിടെ ഒരു ജാക്കറ്റ് കിടപ്പുണ്ട്. ഗാർഡ് ജാക്കറ്റ്. മച്ചാന്മാരുടെ നമുക്ക് ഓഫീസ് കീ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഐസ്ക്രീമേ വന്നാൽ ഇല്ല. അതേ പുള്ളിക്കാരനല്ലേ അപ്പുറം പോണേ. അതെ പുള്ളിക്കാരൻ അപ്പുറം ഉണ്ടോ മച്ചാന്മാരെ. നമുക്ക് ഒരു സീനുമില്ല. സോ നമുക്ക് ഓഫീസ് കീ എന്ന് പറഞ്ഞൊരു സീന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വെള്ളവും ഉണ്ടോ എന്ന് അണ്ണൻ അറിയില്ല. അണ്ണൻ നോക്കട്ടെ.
ഓക്കെ ഓക്കെ റോഡണ്ണനെ ഒന്ന് കറക്കാം. ഓക്കെ, അപ്പോൾ ഞാനാകെ എനിക്ക് ഓഫീസ് കീ മാത്രമാണ് ഇവിടെ നിന്ന് കിട്ടിയുള്ളൂ. സോ ഞാൻ ഈ സാധനം കൊണ്ട് പറക്കുവാണ്. വരകയാണ് മച്ചാന്മാരെ. ചിലപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ ആവശ്യം ഉണ്ടാവും, അതെനിക്കറിയില്ല. അപ്പോൾ യൂസ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുപോകേണ്ട വരും. സോ എനിക്ക് ഇവിടെ നിന്ന് ആകെ ഓഫീസ് കീ മാത്രമാണ് കിട്ടിയുള്ളൂ. ഓക്കെ, നമ്മുടെ തടിയൻ ചെറുക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഓഫീസ് കീ ഞാൻ എടുത്തിട്ടുണ്ട്, ഡോർ എടുത്തിട്ടുണ്ട്. ഓക്കെ, മാപ്പിലെടുത്തിട്ട് ഇനി നമുക്ക് നെയ്ബർഹുഡിലോട്ട് ഓക്കെ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. സോറി. ഓക്കെ, കഫ്റ്റീരിയയിലോട്ട് പോവാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റോപ്പ് കഫറ്റീരിയ. ഓക്കെ, കഫറ്റീരിയ നമ്മൾ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് സ്ഥലം. ഓക്കെ, ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓഫീസ് അവിടെ ഇരിക്കട്ടെ. ഇതെന്താ? ഓക്കെ, എന്തൊരു ID കാർഡ് യൂസ് ചെയ്താലാണ് നമുക്ക് ആ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. പിന്നെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഇൻട്രാക്ട് ചെയ്ത് നോക്കട്ടെ ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന്. ഓക്കെ പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യടാ. ഓക്കെ, നമുക്കൊന്നും കിട്ടിയില്ല എന്നാണ് കേട്ടോ പറയണേ. ഓക്കെ പേടിക്കാൻ എന്തെടുക്കണേ. സോ ഇവിടെ ഒരു ബിന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബിന്നെല്ലാം ഇൻട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലും റിസൂനെ കിട്ടുമായിരിക്കാം. ഓക്കെ, നമുക്ക് പിന്നെ എടാ പോടാ. ഉയ്യോടാ, അങ്ങോട്ട് എനിക്ക് വഴി അറിയില്ല. ഓക്കെ, വിൻഡോ ചാടാൻ പറ്റില്ലേ? ഓക്കെ ജെസിക്ക. ഓക്കെ, അടുത്ത ടേൺ ജെസിക്കയുടെ ആണെന്നാണ് പറയണേ. ചിലപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആൾ വല്ലതും ആയിരിക്കും ജെസിക്ക. അപ്പോൾ ജെസിക്കയ്ക്ക് എന്തോ ഒരു പ്രാധാന്യമുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ ആരൊരു ID കാർഡ് വേണമെന്നാണ്. അപ്പുറേ ID കാർഡ് വേണം. ഓ, ഇയാൾ ഇവിടെ നിന്ന് പോവാത്ത ഇങ്ങ് വാടാ. ഓക്കെ, അതെന്താ മുട്ടയോ? ഓക്കെ അതൊന്നും നോക്കണല്ലോ. നമ്മൾ പരകിയാണ് മച്ചമരെ. ചാടിക്കോ. ഓക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് പേടിച്ച് പോയടാ. പുള്ളിക്കാരൻ എൻ്റെ ജനലി ആടുമോന്ന് ഓർത്ത്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് തുറക്കാലോ. അതിനകത്തൊന്നുമില്ല. ഓക്കെ മച്ചന്മാരെ, എനിക്കൊരു ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഓയിലും കൊണ്ട് എന്താ യൂസ് എന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ആ പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് ഒരു ഗ്രീസ് ചെയ്യാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ സുണ്ണിയെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈസിയാണ്. ഓക്കെ, നമ്മൾ ഓയിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ടാവും സാധനങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എവിടെയാണ് നോക്കാനുള്ളത്? ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? I don't have the code to open. ഓക്കെ കിട്ടുമെന്നാണ്. ഓക്കെ, എനിക്കെന്തൊരു കോഡ് കിട്ടി. 4859. ചിലപ്പോൾ ഈ കോഡ് യൂസ് ചെയ്ത് ഇവിടെ തുറക്കാം. അയ്യോ എടാ പിടിച്ചടാ. എടാ ജസ്റ്റ് ഒരു സെക്കൻഡ് വൈകി. ഇല്ല, എന്നെ തൂക്കിയാനെ പുള്ളിക്കാരൻ. ഓക്കെ, പുള്ളിക്കാരൻ ഇപ്പുറം വഴി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിക്കിത്തരം കാണിക്കേണ്ടി വരും. ഓക്കെ പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ്. മച്ചമാർ നമുക്ക് ഇവിടെ നിന്ന് 2 ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ പ്ലേ ഗ്രൗണ്ടിലോട്ട് വിടുവാണ്. അവിടെ ഏതായാലും നമുക്കൊരു സാധനം യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഗ്രീസ് ചെയ്യണ സാധനം അങ്ങ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ഇനി ഇവിടെയുള്ള ആവശ്യമുള്ള 2 സാധനം തന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനുള്ള 2 സാധനം കിട്ടിയേക്കണേ. ഓക്കെ, വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് തന്നെ ഇതൊക്കെ എടാ ഇതിവിടെ നിന്ന് പോണില്ല. ഓക്കെ, ഇതെന്താ? ഓക്കെ, ഇതിവിടെ തന്നെ. ഓക്കെ, ഇതെന്താ പോവാത്തേന്ന് എനിക്കറിയില്ല. ഓക്കെ പോയിട്ടുണ്ട്. എടാ ഞാനൊന്ന് പേടിച്ച് പോയി. സാധനം പെട്ടുപോയി എന്നാണ് ഞാൻ കരുതിയത്. ഓക്കെ, ഏതായാലും നമ്മൾ പുഷ്പമായിട്ട് സാധനം മറികടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും പന്നിക്കുട്ടിയുണ്ട്, പോത്തുംകുട്ടിയുണ്ട്. ഇവിടെ കുറച്ച് പച്ച സുനകളുണ്ട്. നമ്മളൊന്നും കാര്യമാക്കുന്നില്ല. എടാ തിരിച്ചു പോവാതെ. ഓക്കെ, ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇഫ് ഐ ഹാഡ് എ പെട്രോൾ ക്യാൻ ഐ ഷുഡ് യൂസ് ഇറ്റ്. ഓക്കെ, നമുക്കൊരു പെട്രോൾ ക്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പെട്രോൾ നിറയ്ക്കാമെന്നാണ് പറയുന്നത്. വണ്ടിയിലും ഇല്ല, നമ്മുടെ വാനിലും ഇല്ല. പെട്രോൾ നിറച്ച് പോകാനാണോ എന്ന് ആർക്കറിയാം. എടാ റോഡനം കണ്ടു. റോഡനാ പുള്ളിക്കാരനൊക്കെ എന്ത് സുണ്ണി വാടാ. നമുക്ക് ഇവിടെ ആയിട്ട് കറക്കിയിട്ട് നേരെ നമ്മുടെ കോയിൻ എടുക്കാം. സുണ്ണി കോയിൻ. ഓക്കെ, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പോവാം.
അപ്പോൾ മച്ചാന്മാർ നമ്മളങ്ങനെ സുനെ ഐസ്ക്രീമിൻ്റെ അടുത്ത് നമ്മുടെ പയ്യനെ രസിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയാണ്. സോ ഈ കഷ്ടപ്പെടിന് അണ്ണലുള്ള ലൈക്കും സബ്സ്ക്രൈബും തരിക. സോ ഈ വീഡിയോ കാണണമെന്ന് പറഞ്ഞത് അല്ല, നിങ്ങളിത് കമൻറ്റ് കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കുക, ഒരു 10 ലൈക്സ് എങ്കിലും എത്തിച്ചു തരിക. സോ അങ്ങനെ സന്തോഷമായിരിക്കും. ഓക്കെ, ഇവിടെ കോയിൻ ഇരിപ്പുണ്ട്. ഓക്കെ, കോയിനും എടുത്ത് നമുക്ക് അവിടെ ഇട്ടേച്ച് നമുക്ക് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. അപ്പം തന്നെ ഐസ്ക്രീം മാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരും. ഓക്കെ, ഇതെന്താ യൂസ് ചെയ്യാൻ പറ്റണില്ല. ഓ, ഇവിടെയാണ് കോയിൻസ് ഇടണ്ടേ. ഓക്കെ ഈ മെഷീനിൽ നിന്ന് എനിക്കൊന്നും വേണ്ടെന്നാണ് പറയണേ. ഓക്കെ, ഇവിടെ ഒരു കോയിൻസ് ഡോട്ടുണ്ട്. ഓക്കെ, ഞാൻ യൂസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് വെക്കണം. ഓക്കെ, ബട്ടൺ ഞെക്കിയിട്ടുണ്ട്. സോ മച്ചാന്മാരെ, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു സുണി തോക്കാണ് കിട്ടിയത്. ഓക്കെ, ഈ തോക്കും കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് അണ്ണൻ അറിയില്ല. അപ്പം പുള്ളിക്കാരൻ ആ തുളയിട്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടുമില്ല കേട്ടോ. ഓക്കെ, അതെന്താണെന്ന് അണ്ണൻ അറിയില്ല. സോ മച്ചാന്മാരെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മാപ്പായ സ്റ്റാളിലേക്കൊന്ന് പോയി നോക്കാം. വണ്ടി ഓടിച്ച് പോടാ കിടന്ന് സോ കാണിക്കാതെ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ, നിൻ്റെ യാത്രയ്ക്ക് സ്റ്റേഷൻ നമ്മൾ സ്റ്റാളിലെത്തിയിട്ടുണ്ട്. സ്റ്റാളിലെത്തിയപ്പോൾ ഓക്കെ, ഇവിടെ കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഓ, പെട്രോൾ ക്യാൻ. സോ മച്ചാന്മാരെ, എനിക്കൊരു പെട്രോൾ ക്യാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ അങ്ങോട്ടാണ് പോണേ. ഇമാനാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഗേറ്റ് വീണ്ടും തിരിച്ചടച്ചിട്ടുണ്ട്. അയ്യോ. സോ മച്ചാന്മാരെ, നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ഗ്യാസോലിന് എടുക്കണ്ടേ. സോ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസോലിന് അങ്ങ് എടുക്കട്ടെ കേട്ടോ. കയറിവിട. ഓക്കെ, നമ്മൾ പെട്രോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെട്രോൾ കൊണ്ട് എന്തെങ്കിലും ഒരു കളി ഇവിടെ ഉണ്ടാവും. ഈ ഗേറ്റ് തുറന്ന് മിക്കവാറും ഇതിൻ്റെ സൗണ്ട് കേട്ട് വീണ്ടും ആ പുള്ളിക്കാരൻ ഇങ്ങോട്ട് കയറി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ മച്ചാന്മാരെ, ഞാൻ പെട്ടെന്ന് തന്നെ പരക്കുകയാണ് കേട്ടോ. പരക്കുകയാണ്. ഓക്കെ, റോഡെണ്ണം വന്നിട്ടില്ല. ഓക്കെ, ഓടുകയാണ് നമ്മുടെ മാർഗം. ഓക്കെ, കയറി. ഓക്കെ, പെട്രോൾ ക്യാൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റാളാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൾ വരെയും കൂടി ഒന്ന് പോയി സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഓഫീസ് കീ ഉണ്ട്. അതിൻ്റെ യൂസ് മാത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. മേ ബി ഇത് സ്റ്റാളിലായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അയ്യോ, സ്റ്റാളല്ല ഇത്. നമുക്ക് പോകേണ്ട പാർക്കിംഗ് ആണ്. സോ പാർക്കിങ്ങിലോട്ട് പോവാം. നമ്മൾ സ്റ്റാളൊക്കെ ഏകദേശം അവിടെ നിന്ന് ഒരു പെട്രോൾ ക്യാൻ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇനി വേറെ വല്ലതും ഉണ്ടോ എന്ന് അണ്ണൻ അറിയില്ല. അതിൻ്റെ ഉള്ള കുടിൽ ഞാൻ കണ്ടായിരുന്നു, അവിടെ ഞാൻ ചെക്ക് ചെയ്തില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സുണ്ണം കിടക്കുന്ന കട്ടിൽ. സോ ഓക്കെ, ഓഫീസ്ക്ക് എടുത്തുകൊണ്ട് പോവാം വല്ല ആവശ്യം വന്നാൽ. ഓക്കെ, ഇതെവിടെയാടാ? അപ്പോൾ എംപ്ലോയീസ് ഓൺലി. ഓക്കെ, ഓ എടാ, നമ്മുടെ ഓഫീസ് കീ ശരിക്കും ഇവിടെയാണ് യൂസ്ഡ് ആയേക്കണേ കേട്ടോ. ഓ, അത് കൊള്ളാം. ഓക്കെ, പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ നിന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ കുറച്ച് കാർഡുകൾ ഇരിപ്പുണ്ട്. ആൻ്റണി, ഡൊണാൾഡ്, എമിലി, സോഫിയ. ഓ, ഇവിടെ പുള്ളിക്കാരനെ കണ്ടില്ല. ഓക്കെ, എനിക്ക് ഈ സംഭവം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ വഴിയല്ല നമ്മൾ വന്നേ. ഓക്കെ, അപ്പോൾ ഏത് വഴിയാണ് വന്നേ? ഓക്കെ, നമ്മൾ ഈ വഴിയാണ് വന്നിരിക്കെ. ഓക്കേടാ, അപ്പോൾ ജെസിക്കയുടെ കാർഡാണ് നമുക്ക് മറ്റേ ഏരിയയിൽ യൂസ് ചെയ്യേണ്ടത്. സോ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട ഒരു ഞാനിപ്പോൾ അവിടെ എത്തിയേ. ഓക്കെ, അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ജെസിക്കയുടെ കാർഡ് നമുക്ക് അവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓ നൈസ്, അത് കൊള്ളാം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. സോ ഇതെന്താ പറയുക, ഈ ഷട്ടർ ഇച്ചിരി കളർഫുൾ. ദ ബ്ലൈൻഡ് കനോട്ട് ബി ഓപ്പൺ ഫ്രം ഹിയർ. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ഓക്കെ. എടാ, അങ്ങറ്റത്ത് എനിക്കൊരു ബട്ടൺ കാണാം. എടാ, ചിലപ്പോൾ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് നമ്മുടെ കയ്യിലൊരു സുണ്ണി ഗൺ കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റ് ബോൾ ഗണ്ണാണ്. ഓക്കെ, ഇതിൻ്റെ യൂസ് എനിക്കറിയില്ലായിരുന്നു. നമുക്കൊന്ന് ട്രൈ നോക്കാം. ഇത് 10 ആമോ ഏതായാലും ഉണ്ട്. അപ്പോൾ ഇതും വെച്ച് ഇതിനകത്തോട്ട് മേ ബി വെടി വെച്ചാൽ വർക്കാവാം. ഓ നൈസ്, ഷട്ടർ തുറന്നടാ. ഓക്കെ, ഷട്ടർ തുറന്നിട്ടുണ്ട്. ഈ ഷട്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് പുള്ളിക്കാരനെ മാത്രം. ഓക്കെ, മൗണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിനു മുമ്പ് ഈ വടി ഈ ഒരു തോക്ക് വെച്ച് പുള്ളിക്കാരനെ തട്ടാൻ പറ്റുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. അറിയില്ല. ഓക്കെ. ഓ എടാ പുള്ളിക്കാരൻ 1 മിനിറ്റത്തേക്ക് മയങ്ങി പോയിട്ടുണ്ട്. സോ നമുക്ക് ഈ വണ്ടി എന്താണെന്ന് നോക്കാം. ഓ ഫ്യൂവലില്ല നോക്കെ. ഫ്യൂവൽ നമ്മുടെ അപ്പം നമ്മുടെ വാലിൽ ഒഴിക്കാനല്ല കേട്ടോ ഈ പെട്രോൾ ആവശ്യം. ഓക്കെ അപ്പോൾ പെട്രോൾ ക്യാൻ എടുക്കുക. പെട്രോൾ ക്യാൻ. ഓക്കെ അപ്പോൾ മച്ചാന്മാർ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാനാണ് നമ്മുടെ സാധനം. ഓക്കെ ഞാനിത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാന്മാർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ. ഓക്കെ നമ്മുടെ ഗണ്ണ് ഏതായാലും നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് ഇട്ടേക്കാം. അത് ആവശ്യം. ഓക്കെ പുള്ളിക്കാരൻ അവിടെ കിടക്കുവാണ്. ഓക്കെ പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ സ്റ്റാളല്ല കഫറ്റീരിയ. ഓക്കെ മത്സാന്മാരെ അപ്പോൾ കഫറ്റീരിയയിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു സാധനം യൂസ് ചെയ്യാനുള്ള എന്തായിരുന്നു നമുക്ക് യൂസ് ചെയ്യാനുള്ള നമ്മുടെ ആ കാർഡ് എന്നാണ്. നമുക്ക് അവിടെ ഒരു ആളുടെ പേര് കാണിച്ചു. ജെസിക്കയാണോ എന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇവിടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് നോക്കാം. യെസ് മച്ചാന്മാരെ ഇത് കറക്റ്റാണ്. സോ പോകുമ്പോൾ ഞാൻ ആ ഡോറും അടച്ചിട്ടുണ്ട്. ഇല്ല പ്രണിവാളും അണ്ടർഗ്രൗണ്ടാ. ഓക്കെ പുള്ളിക്കാരൻ എന്തൊക്കെയോ തുടങ്ങി അവിടെ നിന്ന്. ഓക്കെ സോ ഇവിടെ ഒന്നൊന്നുമില്ല. എടാ പിന്നെ ഞാൻ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ശരി കഫറ്റീരിയ സ്റ്റോറേജ് കീ അങ്ങനത്തെ ഒരു കീ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അത് നമുക്ക് വന്നിട്ട് എടുക്കാം. ഓക്കെ പുള്ളിക്കാരൻ എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മനസ്സ് പറയുന്നത് ഈ കാർഡിൻ്റെ യൂസ് കഴിഞ്ഞു എന്നാണ്. സോ ഞാൻ സ്റ്റോറേജ് കീ എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ മച്ചാന്മാരെ. നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഈ ഡോറ് തുറന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ കഫറ്റീരിയ സ്റ്റോറേജ് കീ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിലോട്ട് പോവാം. ബിക്കോസ് എനിക്ക് പാർക്കിങ്ങിൽ ഒരു സാധനം കിട്ടിയായിരുന്നു. എന്തായിരുന്നു എനിക്ക് കിട്ടിയ മച്ചാന്മാരെ? എനിക്കൊരു വണ്ടി കിട്ടിയായിരുന്നു. ഓക്കെ അതിന് മുമ്പ് പെയിൻറ്റ് ബോൾ കണ്ടെന്തേ ഇങ്ങ് വന്നേ. ഇവിടെ ഉണ്ടായിരുന്നാ. അപ്പം അവിടെ കിടക്ക്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇത് ഓടിക്കാൻ പറ്റൂ കേട്ടോ. ഓക്കെ ഇവിടെ ഒരു വഴിയുണ്ട്. ഓക്കെ എനിക്ക് തോന്നണു. ഓക്കെ എന്തോ റോഡിനെ ഇടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഞാൻ ഹിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ അപ്പോൾ ഇത് വല്ലയിടത്തും ഇടിച്ചുകൊണ്ടൊക്കെ പോവാമായിരിക്കാം. ഓക്കെ ഇത് ഒട്ടും കൺട്രോളില്ലാത്തൊരു വണ്ടിയാണ്. സോ എടാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തയാന്ന് ആരും പറയരുത്. ഓക്കെ സോ എടാ ഈ വണ്ടിയാണെങ്കിൽ ഒട്ടും ഓടിക്കാൻ പറ്റണില്ല. സോ അത് നിങ്ങൾ കാര്യമാക്കണ്ട. അണ്ണൻ്റെ പ്രൊഫഷണൽ ഡ്രൈവിങ്സ് ആണെന്ന് കരുതിയാൽ മതി. സോ ഞാൻ വണ്ടി എടുത്ത് ഓടിക്കുകയാണ്. ഓക്കെ സോ എടാ മത്സാന്മാരെ അപ്പോൾ ഇവിടുത്തെ ഒരു വഴി നമുക്ക് തുറന്നു വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഓക്കെ അത് കൊള്ളാലോ. ഓക്കെ ഇതെന്താ? നമുക്കെന്തോ പ്ലെയർ വേണമെന്നാണ് പറയണേ. അപ്പോൾ ഇനി പ്ലെയർ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. മാങ്ങാണ്ടി എടാ പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പനെ തൂക്കിയനെ. ഓക്കെ അപ്പോൾ നമ്മൾ പുള്ളിക്കാരനുള്ള പടയും സായം കൊടുത്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഈ കഫറ്റീരിയ സ്റ്റോറേജ് കീ കൊണ്ട് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് നമുക്ക് വേറെ എവിടെ യൂസ് ചെയ്യാനില്ല. ഈ ഒരു ഡോർ യൂസ് ചെയ്യാം. എടാ കറക്റ്റാടാ. ഓക്കെ ആ താക്കോൽ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ പ്ലെയർ ഇങ്ങോട്ടുള്ള യൂസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മത്സന്മാരെ. ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്ലെയർ കൊണ്ട് നമുക്ക് മിക്കവാറും അവിടെയുള്ളൊരു കമ്പിയും കൊണ്ടൊരു വയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വയർ മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി നമുക്ക് ഇതും കൊണ്ട് ആ സുണ്ണാമണി മുറിച്ച് കീറിയെടുക്കാൻ പറ്റുമായിരിക്കും. സോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ സോ എടാ ഇവിടെയൊക്കെ നൈറ്റാണ്. നമുക്കെന്നാൽ ഈ വഴി അങ്ങ് HK പഠിച്ചാലോ? ഓക്കെ നമുക്ക് നമ്മുടെ ചെറുക്കനെ HK പഠിക്കണമെന്ന് HK പഠിക്കണം പഠിപ്പിക്കണമെന്ന്. ഓക്കെ ഇല്ലാണ്ട് നമുക്ക് ഈ സുണ്ണി വീട്ടിൽ നിന്ന് ഈ സുണ്ണി ഏരിയയിൽ നിന്ന് HK പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. ഓടാ ഓക്കെ സോ ഞാൻ ആ പ്ലെയർ അവിടെ ഇടുന്നുണ്ട്. എൻ്റെ യൂസ് വല്ലതും ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല.
ഓക്കെ, ഒരു ലാഡറുണ്ട്. ഓക്കെ, എനിക്ക് തിരിച്ച് കയറി പോകാനാണെന്ന് തോന്നുന്നു മച്ചാന്മാരെ ഈ ഒരു ലാഡർ. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഒരു ഡയറി ഉണ്ട് മത്സമാർ. അപ്പോൾ ഈ ഡയറി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഏതാണ്ട് റിവഞ്ചൊക്കെ എടുക്കണമെന്നാണ്. പുള്ളിക്കാരനെ പണ്ട് ക്ലാസ്സിൽ വെച്ചാണ്ട് തടിയൻ പിള്ളേരെ ഇവനെ എന്നിട്ട് തടിയനാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ട്, പിന്നെ ഇവന് തടിയൻ പിള്ളേരെ ആവശ്യമുണ്ട്. തടിയൻ പിള്ളേരെ വെച്ച് എന്താണ്ട് എക്സ്പെരിമെൻറ്റ് നടത്താനാണെന്നാണ് പറയുന്നത്. എന്തോ ഒരു പരിപാടി ഉണ്ടെന്നാണ് തോന്നണേ. ഓക്കെ, പുള്ളിക്കാരൻ ഏതാണ്ട് വലിയൊരു സെറ്റപ്പാണ്. ഐസ്ക്രീം വെച്ച് എന്തോ വലിയൊരു സെറ്റപ്പ് നടത്തുന്നുണ്ട് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഉണ്ടല്ലോ, അതിനകത്ത് കാണും മിക്കവാറും 8 എണ്ണമൊക്കെ ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ എന്തെങ്കിലും വലിയ കഥകളുണ്ടാവും. ഇതെന്താ? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടോ. ഓ എടാ, നമുക്ക് KG കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതും കൊണ്ട് HK പഠിക്കാമല്ലോ. ഓക്കെ, ഈ ബ്ലൈൻഡ് നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഓക്കെ 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 അപ്പോൾ മത്സാന്മാരെ നമ്മളങ്ങനെ പോവും. എങ്ങനെ ഇരിക്കണം? ഓക്കെ, നമ്മുടെ ഐസ്ക്രീം അണ്ണൻ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ നമ്മളെ കണ്ടില്ല എന്ന് തോന്നുന്നു. സോ ഞാൻ ഈ സൈഡിൽ നൈസായിട്ട് പറ്റിപ്പിടിച്ച് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, ഓ എടാ, പുള്ളിക്കാരൻ അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഗ്ലിച്ചടിച്ചിരിക്കോടാ. അയ്യാ, ഓ എടാ, പുള്ളിക്കാരൻ വണ്ടിയൊക്കെ തട്ടിയിട്ട് വന്നുണ്ട്. ഓക്കെ 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 അയ്യോ, പുള്ളിക്കാരൻ വന്നുണ്ട്. ഓടിക്കോ ശിവനെ, ഓടിക്കോ. എടാ, പുള്ളിക്കാരൻ സ്പീഡില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഹാർഡൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. പുള്ളിക്കാരൻ ഈ വഴി വന്നത് പക്ക ഡേഞ്ചർ ആയിരിക്കും ഹാർഡിൽ എന്നൊക്കെ പറയുമ്പോൾ. കാരണം പുള്ളിക്കാരൻ ഒടുക്കത്തെ സ്പീഡായിരിക്കുമല്ലോ. ലേ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ HK പഠിക്കാൻ പോവാന്ന്. സോ ഇതിവിടെ കിടക്കട്ടെ. നമ്മുടെ ഗണ്ണെന്തിയേ? ഓക്കെ, അപ്പോൾ ഗണ്ണ് വെച്ച് നമുക്ക് പുള്ളിക്കാരനൊന്ന് മയക്കിയിട്ട് പോവാം. അണ്ണാ. ഓക്കെ, നമ്മുടെ ഐസ്ക്രീം അണ്ണനെ നമ്മൾ വിളിക്കുന്നു, മാടി വിളിക്കുന്നു. ഓക്കെ, നമ്മുടെ അണ്ണൻ വരുന്നുണ്ട്. സോ ആടാ മോനെ. അപ്പോൾ മത്സാമാരെ നമ്മൾ നമ്മുടെ അണ്ണായിക്കിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ വീണ്ടും 1 മിനിറ്റത്തേക്ക് പോയിട്ടുണ്ട്. സോ നമുക്ക് HK പോകാൻ പറ്റിയ ടൈമാണ്. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറി വാതിലടച്ചിരുന്നിട്ടുണ്ട്. KG എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെയ്ബർഹുഡിലോട്ട് ട്രാവൽ ചെയ്താൽ മതി എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഞാൻ നെയ്ബർഹുഡിലോട്ട് ട്രായിട്ടുണ്ട്. അപ്പോൾ മത്സമാർ ഈ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇത് മെയിൻ ഭാഗമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, സ്റ്റോറിയുടെ ഭാഗമായിരിക്കും. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരന് വലിയ മാഫിയ പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ മത്സമാർ ഐസ്ക്രീം അണ്ണന്. ഓക്കെ, നമ്മുടെ തടിയനണ്ണൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ വണ്ണമുള്ള പിള്ളേരെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പുള്ളിക്കാരനൊരിതുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പുള്ളിക്കാരൻ ചെയ്യണേ. ഓക്കെ, നമ്മുടെ തടിയും വാതിൽ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഓടുന്ന വണ്ടി നിർത്തി സ്റ്റാർട്ടിട്ടുണ്ട് നമ്മളുടെ 2 സുണികളും. ഓക്കെ, ഐസ്ക്രീം അണ്ണൻ അറിഞ്ഞു പോലും ഇല്ല മച്ചാമാരെ. പുള്ളിക്കാരൻ വണ്ടിയും കൊണ്ട് നേരെ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. സോ ഐസ്ക്രീം 1 ഒരു ഗുഡ് എൻഡിങ് തന്നെയായിരുന്നു. ഓക്കെ, 2 ഇനി എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. സോ മച്ചാമാരെ, ഞാൻ നിങ്ങൾ പറഞ്ഞോളാണ് സംഭവം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 ലൈക്സ് കൂടി അങ്ങ് തീർത്ത് തന്നേക്കുക. മച്ചാമാരെ, നമ്മുടെ തടിയൻ ചെറുക്കൻ അവിടെ നിന്ന് ഒരു മിക്സി കട്ടെടുത്തോണ്ട് വന്നു തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം അണ്ണനെ ഇമ്മിനി ഐസ്ക്രീം അടിക്കാൻ ഒരു മിക്സി ഇല്ലാണ്ടായിപ്പോയി. സോ മച്ചാമാരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മച്ചാമാരെ, ഇനിയും ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഐസ്ക്രീം 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ തന്നെയാണ് മച്ചാമാരെ. ബൈ.